السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي، آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളയുടെ മദാരിജ് സാലിക്കീൻ എന്ന കിതാബിലെ അഅ്മാലുൽ ഖുലൂബ് ക്രോഡീകരിച്ചിട്ടുള്ള അൽ ഇക്സീർ എന്ന ഗ്രന്ഥമാണ് നാം വായിക്കുന്നത്. അതിൽ മൻസിലത്തു തദക്കുറാണ് നാം വായിച്ചുകൊണ്ടിരിക്കുന്നത്. മൻസിലത്തു തൗബ കഴിഞ്ഞ് മൻസിലത്തുൽ ഇനാബ കഴിഞ്ഞു, മൻസിലത്തു തദക്കുർ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. തദക്കുറും തഫക്കുറും തമ്മിലുള്ള ബന്ധം എന്താണ് എന്നും നമ്മൾ പറയുകയുണ്ടായി. ആ തദക്കുർ എന്നുള്ളത് തഫക്കുറുള്ളവർക്കും അതുപോലെ ഇനാബത്തിനോട് ചേർന്ന് വന്നിട്ടുള്ള കാര്യമാണ് എന്നും ഉലുൽ അൽബാബ് ബുദ്ധിയുള്ളവരുടെ അടയാളമാണ് എന്നെല്ലാം പറഞ്ഞു. ഇനി തദക്കുർ ആർക്കാണ് ഉണ്ടാവുക അല്ലെങ്കിൽ അത് ആർക്കാണ് സാധിക്കുക എന്നുള്ളതിൽ ആളുകൾ മൂന്ന് തരത്തിലാണ്. ഖൽബുൻ മയ്യത്തുൻ, ഖൽബുൻ ഹയ്യുൻ, എന്നാൽ ഗാഫിലുൻ അലി മഷ്ഗൂലുൻ. മൂന്നാമത്തേത് ഖൽബുൻ ഹയ്യുൻ, ചത്തുപോയിട്ടുള്ള ഖൽബുള്ള ആളുകളുണ്ടാവും, ഒന്നും കേട്ടാൽ മനസ്സിലാവില്ല, കേൾക്കൂല. രണ്ടാമത്തേത് ഖൽബിന് ജീവനുണ്ടാവും പക്ഷെ ശ്രദ്ധിക്കില്ല. മൂന്നാമത്തേത് ഖൽബിന് ജീവനും ശ്രദ്ധയും ഉള്ളത് എന്നുള്ളത് സൂറത്തു ഖാഫിൻ്റെ ആയത്ത് വെച്ചുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. അതിനെ തുടർന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നു, വസാഇലു ഇക്തിസാബി സമറത്തി തഫക്കുർ. തദക്കുറും തഫക്കുറും ഏകദേശം ഒരേ ആശയത്തിലാണ് ഇബ്നുൽ ഖയ്യിം ഈ ഒരു മൻസിലത്തിൽ ചർച്ച ചെയ്യുന്നത്. അതിൽ ഈ തഫക്കുർ കൊണ്ടുള്ള നേട്ടങ്ങൾ, അതുകൊണ്ടുള്ള നേട്ടങ്ങൾ അത് നേടിയെടുക്കാനുള്ള മാർഗമാണ് പറയുന്നത്. ഖാലൽ ഹറവി റഹിമഹുല്ലാ, ഇബ്നുൽ ഖയ്യിം പറയാണ്, ഹറവി റഹിമഹുല്ലാ പറഞ്ഞു. ഹറവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മദാരിജ് സാലിക്കിൻ്റെ അസ്ൽ കിതാബ് മനാസിലുസ് സായിരീൻ എന്നുള്ള കിതാബ് എഴുതിയ വ്യക്തിയാണ് ഇമാം അൽ ഹറവി റഹിമഹുല്ലാ. അദ്ദേഹത്തിൻ്റെ മനാസിലുസ് സായിരീൻ എന്ന കിതാബിൻ്റെ ഷർഹാണ് യഥാർത്ഥത്തിൽ മദാരിജ് സാലിക്കീൻ. പക്ഷേ അദ്ദേഹം കൊടുത്ത തർത്തീബിലല്ലാതെ ഓർഡറുകളൊക്കെ ഒന്ന് മാറ്റി ഒന്ന് കൃത്യമായി ഒരടുക്കും ചിട്ടയിലാണ് ഇബ്നുൽ ഖയ്യിം മദാരിജ് സാലിക്കീൻ എഴുതിയത്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക ലോകത്ത് മനാസിലുസ് സായിരീൻ എന്ന കിതാബിനേക്കാൾ സ്വീകാര്യതയും എല്ലാം ലഭിച്ചത് മദാരിജ് സാലിക്കീൻ ആണെന്ന് മാത്രം. അപ്പോൾ ഇമാം ഹറവി റഹിമഹുല്ലാ മനാസിലുസ് സായിരീനിൽ പറയുകയുണ്ടായി, വ ഇന്നമാ തുജ്തനാ സമറത്തുൽ ഫിക്റതി ബിസലാസതി അഷിയാ. ഈ ഫിക്റത്തിൻ്റെ തഫക്കുറിൻ്റെ വിഭവങ്ങൾ അല്ലെങ്കിൽ കായ്ക്കനി അത് എടുക്കപ്പെടുന്നത് അല്ലെങ്കിൽ അത് പറിക്കാൻ സാധിക്കുന്നത് മൂന്ന് കാര്യങ്ങൾ കൊണ്ടാണ്. അതായത് മൂന്ന് കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ് തഫക്കുർ കൊണ്ടുള്ള നേട്ടം ഒരാൾക്ക് ലഭിക്കുക. ഏതൊക്കെയാണ് മൂന്ന് കാര്യങ്ങൾ? ബിഖൈസരിൽ അമൽ, കുറഞ്ഞ പ്രതീക്ഷ, ജീവിതത്തിലുള്ള പ്രതീക്ഷ ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിനോടുള്ള പ്രതീക്ഷ എന്നുള്ള നിലക്കല്ല. പിന്നെ ജീവിതം ഇനി കുറേ കാലമുണ്ട്, ഇനി എനിക്ക് കുറേ കാലം ജീവിക്കാനുണ്ട്, എനിക്ക് കുറേ കാര്യങ്ങൾ ഇവിടെ ഉണ്ട്, ആ നിലക്കല്ലാതെ അതിൽ കുറവുള്ള അവസ്ഥ. ഖുർആനിനെ ഉറ്റാലോചിക്കുക എന്നുള്ളത്. അടുത്തത് വഖില്ലത്തിൽ ഖുൽതതി വത്തമന്നി വതഅല്ലുഖ് ബിഗൈരില്ലാഹ് വശിബ്ഇ വൽമനാമി. മൂന്നാമത്തേത് പറയുന്നത് വഖില്ലത്തിൽ ഖുൽത, ജനങ്ങളുമായിട്ട് കൂടിക്കലരുന്ന ഇടപഴകുന്ന അവസ്ഥ അത് കുറയുക എന്നുള്ളത്. വത്തമന്നി, മോഹങ്ങൾ പ്രത്യേകിച്ചും വ്യാമോഹങ്ങൾ അത് കുറയുക എന്നുള്ളത്. വതഅല്ലുഖ് ബിഗൈരില്ലാഹ്, അള്ളാഹു അല്ലാത്ത മറ്റെന്തെങ്കിലുമായിട്ട് ഖൽബ് തഅല്ലുഖാവുക, ഖൽബ് ബന്ധിക്കപ്പെടുന്ന അവസ്ഥയുണ്ടാവുക, അതിൽ നിന്നെല്ലാം ഒഴിവാവുക. അതുപോലെ തന്നെ വശിബ, വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്ന അവസ്ഥ. വൽമനാം, അധികരിച്ച ഉറക്കം, വയറ് നിറക്കുന്നത് കുറക്കുക, അതുപോലെ ഉറക്കം കുറക്കുക എന്നുള്ളത്. ഈ കാര്യങ്ങളാണ് തഫക്കുർ കൊണ്ടുള്ള നേട്ടം ലഭിക്കാനുള്ള കാര്യങ്ങൾ. എന്തൊക്കെയാണ് പറഞ്ഞത്? മൂന്ന് കാര്യങ്ങൾ. വിസലാസത്തി അഷ്യ, മൂന്ന് കാര്യങ്ങൾ. ഒന്ന് ഖൈസറിൽ അമൽ, പിന്നെ ജീവിതത്തിലുള്ള ആയുസ്സിലുള്ള പ്രതീക്ഷ കുറയ്ക്കുക. രണ്ട്, ഖുർആനിൽ തഅമ്മുൽ, ഉറ്റാലോചിക്കുക. മൂന്നാമത്തേതിൽ
ഒരുപാട് കാര്യങ്ങൾ ഇനി പറഞ്ഞിട്ടുണ്ട്. ജനങ്ങളുമായിട്ട് കൂടിക്കലൽ കുറയുക, വ്യാമോഹങ്ങൾ കുറയുക, അള്ളാഹു അല്ലാത്തതുമായിട്ട് കൽബ് ബന്ധിപ്പിക്കുന്ന കുറയുക, അമിത ഭക്ഷണം അത് കുറയുക, ഉറക്കം കുറയുക. ഈ 5 കാര്യങ്ങൾ മൂന്നാമത്തേതിൽ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അതിൽ ഓരോന്നിനെ പറ്റി പറയുകയാണ്. ഫഅമ്മാ ഖിസറുൽ അമൽ, അവിടെ ഒന്നാമത്തേത് ദുനിയാവിലുള്ള പ്രതീക്ഷ കുറയുക, അല്ലെങ്കിൽ അതിന് നിനക്ക് മനസ്സിലാക്കണം കേട്ടോ. അമലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റജാ എന്നുള്ള അർത്ഥത്തിലുള്ള അള്ളാഹുൽ നന്മ പ്രതീക്ഷിക്കുന്നതിനല്ല. ജീവിതം ഇനി കുറേ ഉണ്ട്, ഇനി ഞാൻ കുറേ കാലം ജീവിക്കും, കുറേ കാര്യം ചെയ്യാനുണ്ട്, അങ്ങനെ ഉണ്ടാവണ പ്രതീക്ഷ ഉണ്ടല്ലോ, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് കുറയുക എന്നുള്ളത് അതെന്താണ്, അതെങ്ങനെയാണ്, അതിൻ്റെ നേട്ടങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് പറയുന്നത്. വിശദീകരിച്ച് പറയുന്നുണ്ട് ഇബ്നുൽ ഖയ്യിം. ഫഹുവ അൽ ഇൽമു ബിഖുർബിർ റഹീൽ. എന്താണ് ഖിസറുൽ അമൽ എന്ന് പറഞ്ഞാൽ? ദുനിയാവിലുള്ള ജീവിതത്തിൻ്റെ ആയുസിൻ്റെ പ്രതീക്ഷ കുറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാത്ര പോകേണ്ടത്, അല്ലെങ്കിൽ യാത്ര വളരെ അടുത്തിട്ടുണ്ട് എന്നുള്ള അറിവാണത്. അഥവാ ദുനിയാവിൽ നിന്ന് പോകാൻ, അല്ലെങ്കിൽ മരണം അടുത്തിട്ടുണ്ട് എന്നുള്ള അറിവ്. വസുർഅത്ത് ഇൻഖിളാഇ മുദ്ദത്തിൽ ഹയാത്ത്, ഈ ജീവിതത്തിൻ്റെ സമയം അതിതാ പെട്ടെന്ന് മുറിഞ്ഞു പോകുന്നതാണ് എന്നുള്ള ആ അറിവ്. ഇതാണ് യഥാർത്ഥത്തിൽ ആയുസ്സിലുള്ള പ്രതീക്ഷ കുറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് യാത്ര പോകാനായിട്ടുണ്ട്, ഇവിടുന്ന് മരണപ്പെട്ട് യാത്ര പോകാനായിട്ടുണ്ട്, ദുനിയാവിലെ സമയം അത് വളരെ പെട്ടെന്ന് തീർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള അറിവ്. വഹുവ മിൻ അൻഫഅൽ ഉമൂരി ലിൽ ഖൽബ്, അത് കൽബിന് വളരെയധികം ഉപകരിക്കുന്ന കാര്യത്തിൽപ്പെട്ടതാണ്, വളരെയധികം ഉപകാരം ഉണ്ടാക്കുന്ന കാര്യത്തിൽപ്പെട്ടതാണ്. ഫഇന്നഹു യബ്അഥുഹു അലാ മഗാഫിസത്തിൽ അയ്യാം, ഈ ഒരു ചിന്ത എന്നുള്ളത് അത് എന്തിൻ്റെ മേലേക്ക് ഉണ്ടാവുക, അല്ലെങ്കിൽ ആ ചിന്ത എത്തിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ബോധ്യപ്പെടുന്ന കാര്യങ്ങൾ. അലാ മഗാഫിസത്തിൽ അയ്യാം, മഗാഫിസത്തിൽ അയ്യാം എന്നാൽ അല്ലാഹുദു അല ഗിർറ എന്ന് പറയും, അഥവാ പെട്ടെന്ന് എടുത്തു പോകുന്ന, അല്ലെങ്കിൽ പെട്ടെന്ന് പോയി പോകുന്ന ആ ദിവസങ്ങളെക്കുറിച്ചുള്ള ബോധം. വഇൻതിഹാസിൽ ഫുറസ് അല്ലതി തമുറു മർറ സഹാബ്, സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള അവസരങ്ങൾ അതാ ആകാശത്തിലെ മേഘം ഒരു കാറ്റടിച്ചാൽ നീങ്ങിപ്പോകുന്നത് പോലെ അതില്ലാതായിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള ബോധം. മുബാദറത്തി ത്വയ്യി സഹായിഫിൽ അഅ്മാൽ, കർമ്മങ്ങളുടെ ഏടുകൾ അതിതാ ചുരുട്ടാനായിട്ടുണ്ട്, അതുപോലെ വളരെ പെട്ടെന്ന് ആയിട്ടുണ്ട് എന്നുള്ള ആ ചിന്ത, ഇതൊക്കെ അതിൻ്റെ മേലെ ഉണ്ടാകുന്നതാണ്. സാക്കിനു അസ്മാതിഹി ഇലാ ദാരിൽ ബഖാ, നിലനിൽക്കുന്ന ലോകത്തിന് വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ പരലോകത്തിന് വേണ്ടിയിട്ടുള്ള ഉദ്ദേശങ്ങൾ, അതിനുവേണ്ടി പണിയെടുക്കുന്നതിൻ്റെ ദൃഢനിശ്ചയങ്ങൾ അത് വർദ്ധിക്കുന്ന, അതിൽ മുഴുകുന്ന, അതിൽ ഒതുങ്ങുന്ന അവസ്ഥയുണ്ടാകും. വയഹസ്സുഹു അലാ ഖളാഇ ജിഹാദി സഫരിഹ്, അതുപോലെ തന്നെ അവന് യാത്രക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അതൊരുക്കുന്നതിൽ, അത് നടപ്പിലാക്കുന്നതിൽ, അതെന്തൊക്കെയാണ് എന്ന് കാര്യങ്ങൾ ചെയ്യുന്നതിൽ അവന് കൂടുതൽ ശ്രദ്ധിക്കാനും പ്രേരണയേകുന്ന അവസ്ഥയുണ്ടാവും. അതുപോലെ തദാറക്കിൽ ഫാരിസ്, അവന് വീഴ്ച സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ, അവന് മുൻപ് സംഭവിച്ചു പോയിട്ടുള്ള അബദ്ധങ്ങൾ, അതൊക്കെ പരിഹരിക്കാനുള്ള ആ ചിന്ത ഉണ്ടാകും. വയുസഹിദുഹു ഫിദ് ദുനിയ വയുറഗ്ഹിബുഹു ഫിൽ ആഖിറ, അതുപോലെ തന്നെ ഖിസറുൽ അമൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ദുനിയാവിനോട് വിരക്തി ഉണ്ടാവുകയും പരലോകത്തിനോട് കൂടുതൽ താല്പര്യം ഉണ്ടാവുകയും ചെയ്യും. കൂടുതൽ താല്പര്യം പരലോകത്തിനോടും ദുനിയാവിനോട് വിരക്തി ഉണ്ടാവുകയും ചെയ്യും. ഫയഖൂമു ബിഖൽബിഹി ഇദാ ദാവമ മുതാലഅത ഖിസറിൽ അമൽ, ഈ അമൽ കുറവാണ്, അല്ലെങ്കിൽ ആയുസ്സുള്ള പ്രതീക്ഷ കുറവാണ് എന്ന് അവൻ എപ്പോഴും പരിശോധിച്ചു കൊണ്ടിരിക്കുകയും ചിന്തിക്കുകയും ചെയ്യുകയാണ് എങ്കിൽ അവൻ്റെ കൽബിനുണ്ടാകുന്ന മാറ്റം, അഥവാ ആ ഒരു ചിന്ത കൊണ്ടുണ്ടാകുന്ന ആ ബോധം, യാഥാർത്ഥ്യ ബോധങ്ങളാണ് നേരത്തെ പറഞ്ഞത്. സമയം തീർന്നു പോവുകയാണ്, അവസരങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, ഏടുകൾ ചുരുട്ടപ്പെടാനായിട്ടുണ്ട്, പരലോകത്തുള്ള യാത്രക്കുള്ള സാധനങ്ങൾ ഒരുക്കണം, മുമ്പ് സംഭവിച്ചിട്ടുള്ള വീഴ്ചകൾ പരിഹരിക്കണം, ആ ചിന്തയൊക്കെ ഉണ്ടാകും. പിന്നെ ഈ മുതാലഅത്ത് എപ്പോഴും നിലനിൽക്കുകയാണ് എങ്കിൽ അവൻ്റെ ഖൽബിലുണ്ടാകുന്ന, അവൻ്റെ ഖൽബിൽ ഉയർന്നു വരുന്ന ചില കാര്യങ്ങൾ പറഞ്ഞാൽ ഷാഹിദുൻ മിൻ ഷവാഹിദിൽ യഖീൻ, അവന് വലിയൊരു ദൃഢത ഖൽബിലുണ്ടാകും. അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചിട്ടുള്ള കാര്യങ്ങളിൽ, അള്ളാഹുവിലെ വിശ്വാസത്തിലാവട്ടെ, ഗൈബിയായ മറ്റു പല കാര്യങ്ങളിലാവട്ടെ, അവന് വലിയൊരു ദൃഢത എത്തുന്ന അവസ്ഥയുണ്ടാകും. യുരീഹി ഫനാ അദ്ദുനിയ വസുർഅത ഇൻഖിളാഇഹ, അവന് ആ ഖിസറുൽ അമൽ, അത് ആയുസ്സിലുള്ള കുറഞ്ഞ പ്രതീക്ഷ അവനെ കാണിക്കും. എന്ത് കാണിക്കും? ദുനിയാവിൻ്റെ നശ്വരത, ദുനിയാവ് തീർന്നു പോകുന്നു എന്നുള്ളത് അവന് കാണിക്കും.
വസുറഅത ഇൻഖിളാഇഹ, എത്ര പെട്ടെന്നാണ് അത് തീർന്നു പോകുന്നത് എന്നുള്ള ബോധം അവനുണ്ടാക്കും. അതായത് യഥാർത്ഥത്തിൽ ഈ മുസ്ലിമീങ്ങളിൽ തന്നെ മുതദയ്യനായിട്ടുള്ള ദീന് പ്രാക്ടീസ് ചെയ്യുന്ന അല്ലെങ്കിൽ ദീന് കേൾക്കുന്ന പഠിക്കുന്ന ആളുകൾ മാത്രമാണ് ഈ മരണവും ആയുസ് കുറവാണ് എന്നുള്ള ചിന്തയിലും ജീവിതം കുറച്ചേ ഉള്ളൂ എന്ന ചിന്തയിലൊക്കെ ജീവിക്കുന്നത്. പ്രത്യേകിച്ച് കാഫിറുകളെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവർ മരണത്തെക്കുറിച്ച് ആലോചിക്കുന്നില്ല. അവരോട് കുറച്ചു നേരം മരണത്തെ പറ്റി പറഞ്ഞാൽ അവർക്ക് പേടിയാവും. കാരണം അവരത് ആലോചിക്കാനും ഇഷ്ടപ്പെടുന്നില്ല, അവരതിനെക്കുറിച്ച് ചിന്തിക്കുന്നുമില്ല. അപ്പോൾ ഈ ഒരു ഖിസറുൽ അമൽ എന്നുള്ള അവസ്ഥ, തഫക്കുർ കൊണ്ടുള്ള നേട്ടം ഉണ്ടാകണമെങ്കിൽ ഉണ്ടാകേണ്ട കാര്യമാണ് ആയുസ്സിലുള്ള പ്രതീക്ഷ കുറയുക എന്നുള്ളത്. അതോ ഇനി കുറേ കാലമൊന്നുമില്ല എന്നുള്ള ബോധത്തിലാവുക. അങ്ങനെയാകുമ്പോൾ അതുകൊണ്ട് കാണാൻ സാധിക്കുന്ന കാര്യങ്ങൾ, അതുകൊണ്ട് ലഭിക്കുന്ന നേട്ടങ്ങളാണ്: ഒന്ന്, അതിന് ദൃഢതയുണ്ടാവും, യഖീനുണ്ടാകും; രണ്ട്, ദുനിയാവിൻ്റെ നശ്വരത അവന് ബോധ്യപ്പെടും, സമയം പെട്ടെന്ന് തീർന്നു പോകുന്നു എന്നുള്ളത് ബോധ്യപ്പെടും. വഖില്ലത മാ ബഖിയ മിൻഹ, അതുപോലെ തന്നെ വഖില്ലത മാ ബഖിയ മിൻഹ, അവന് ഈ ദുനിയാവിൽ ഇനി ബാക്കിയുള്ളത് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം അവന് മനസ്സിലാകും. വന്നഹ ഖദ് തറഹലത് മുദ്ബിറതൻ, അതായത് അവൻ്റെ പിന്നിൽ തീർന്നുകൊണ്ടേയിരിക്കുകയാണ്, അഥവാ ദുനിയാവ് അവൻ്റെ പിന്നിലായിക്കൊണ്ട് അത് തീർന്നു കൊണ്ടിരിക്കുകയാണെന്നുള്ള ബോധം. വലം യബ്ഖ മിൻഹ ഇല്ലാ സുബാബത്തുൻ ക സുബാബത്തിൽ ഇനാഇ യതസാബുഹ സ്വാഹിബുഹ, ദുനിയാവിൽ ബാക്കിയായിട്ടുള്ളത് ഒരു പാത്രത്തിലെ വെള്ളം ഒരാൾ കോരി ഒഴിക്കാന്ന് വിചാരിക്കുക. ആ ഒഴിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ അവസാനത്തിൽ കുറച്ചുണ്ടാവുമല്ലോ, കുറച്ച് ഒഴിച്ച് കഴിഞ്ഞാൽ അവസാനത്തിൽ ബാക്കി കുറച്ച് ഉണ്ടാവുമല്ലോ, എത്ര തീർത്താലും. അതുപോലെയുള്ളത് മാത്രമേ ഇനി ദുനിയാവിൽ ബാക്കിയുള്ളൂ എന്നുള്ള ബോധം അവനുണ്ടാകും. വന്നഹ ലം യബ്ഖ മിൻഹ ഇല്ലാ കമാ ബഖിയ മിൻ യൗമിൻ സാറത് ശംസുഹു അലാ റൂസിൽ ജിബാൽ, ഒരു പർവ്വതത്തിൻ്റെ മുകളിൽ സൂര്യൻ അസ്തമിക്കാൻ നിൽക്കുന്ന സമയത്ത്, അസ്തമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ സൂര്യൻ പർവ്വതത്തിൻ്റെ മുകളിൽ അവസാനമായിട്ട് കാണുക. അതിനുശേഷം അതിൻ്റെ താഴെ ഇങ്ങനെ പോവുകയാണ് വിചാരിക്കുക. അപ്പം ഇനി എത്ര അത് താഴാൻ ബാക്കിയുണ്ടോ അത്ര മാത്രമേ ബാക്കിയുള്ളൂ ദുനിയാവിൽ എന്നുള്ള ബോധം അവനുണ്ടാകും. അഥവാ മൊത്തത്തിൽ അവന് ഇനി ഒന്നുമില്ല, ദുനിയാവിൽ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ എന്ന നിലക്ക് അവൻ ആയുസ്സുള്ള പ്രതീക്ഷ ഇല്ലാതാവും. അതാണ് ഖിസറുൽ അമൽ എന്നുകൊണ്ട് പറയുന്നത്. തുടർന്ന് പറയാണ് വയുരീഹി ബഖാ അൽ ആഖിറ വ ദവാമഹ, അതുപോലെ തന്നെ ദുനിയാവിൻ്റെ ഈ നശ്വരത കാണുമ്പോൾ തന്നെ പരലോകത്തിൻ്റെ അനശ്വരതയും അവന് കാണാൻ സാധിക്കും, നിലനിൽക്കുന്ന ഭവനമായിട്ടുള്ള പരലോകത്തിൻ്റെ യാഥാർത്ഥ്യം. വന്നഹ ഖദ് തറഹലത് മുഖ്ബിലതൻ, തീർച്ചയായിട്ടും അതാ പരലോകം അവൻ്റെ മുമ്പിലായിക്കൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ്, എത്തിക്കൊണ്ടിരിക്കുകയാണ്. വഖദ് ജാഅ അശ്റാത്തുഹ വ അലാമുഹ, അതിൻ്റെ അടയാളങ്ങളും ചിഹ്നങ്ങളും എല്ലാം വന്നിട്ടുണ്ട്, അന്ത്യനാളിൻ്റെ ലക്ഷണങ്ങളെല്ലാം കാണാൻ തുടങ്ങിയിട്ടുണ്ട്. വന്നഹു, സാന്ദർഭികമായി ഓർമ്മിപ്പിക്കട്ടെ, നമ്മൾ നോക്കുകയാണെങ്കിൽ അശ്റാത്തു സ്സാ പോലെയുള്ള കിതാബുകളും അതുമായി ബന്ധപ്പെട്ട ഹദീസുകളും, ഹദീസിൻ്റെ കിതാബുകളിൽ ആ ഫസ്ലുകളെല്ലാം പരിശോധിച്ച് നോക്കുമ്പോൾ ചെറിയ അടയാളങ്ങളിൽ ഒന്നും ബാക്കിയില്ലാതെ തോന്നും. അത്രയും വലിയ അടയാളങ്ങളായി പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒഴികെയുള്ളത് വരെ ഇന്ന് അന്ത്യനാളിൻ്റെ അടയാളങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. വളരെ വിദൂരമല്ല എന്ന് നാം മനസ്സിലാക്കണം. അപ്പോൾ അതിൻ്റെ അടയാളങ്ങൾ വന്നിട്ടുണ്ട്. വന്നഹു മിൻ ലിഖാഇഹാ കമുസാഫിരിൻ ഖറജ സാഹിബുൻ ലഹു യതലഖാഹു, ഈ പരലോകത്തിനെ കണ്ടുമുട്ടുക എന്ന് പറഞ്ഞാൽ ഏതുപോലെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു യാത്രക്കാരൻ അവനും അവൻ്റെ കൂട്ടുകാരനും കൂടി കണ്ടുമുട്ടാൻ വേണ്ടി പോകുന്നത് പോലെയാണ്. ഫകുല്ലും മിൻഹാ യസീറു ഇലൽ ആഖർ, ആ രണ്ടാൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടുമുട്ടാൻ വരികയാണ്. അതായത് ഒരാൾ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ മറ്റേ ആൾ അവിടുന്ന് ഇങ്ങോട്ടും കാണാൻ വരുന്നുണ്ട്. അതായത് ഒരാൾ മാത്രം പോവുകയാണെങ്കിൽ അയാളെ ചെന്ന് കണ്ടുമുട്ടാനുള്ള സമയം കുറച്ചുകൂടി എടുക്കും. പക്ഷേ അയാൾ ഇങ്ങോട്ടും വരുന്നുണ്ട് കാണാൻ. അതുപോലെയാണ് നമ്മളും പരലോകം തമ്മിലുള്ളത്. ഫയൂഷിക്കു അയ്യൽതഖിയ സരീഅൻ, ആ രണ്ടും തമ്മിൽ കണ്ടുമുട്ടൽ വളരെ പെട്ടെന്ന് തന്നെ സംഭവിക്കുകയും ചെയ്യും. കാരണം അത്രത്തോളം അവിടുന്ന് ഇങ്ങോട്ടും ഇവിടുന്ന് അങ്ങോട്ടും പോവുകയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ കണ്ടുമുട്ടലുണ്ടാകും പരലോകവുമായി ബന്ധപ്പെട്ടിട്ട്. എന്നിട്ട് പറയാണ് വയക്ഫി ഫീ ഖിസറിൽ അമലി ഖൗലുഹു തആല, ഈ ആയുസ്സിലുള്ള ജീവിതത്തിലുള്ള പ്രതീക്ഷ കുറയാൻ ആകെ ഇത് മതി എന്ന് പറഞ്ഞിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു സൂറത്ത് ശുഅറയിലെ 205 മുതൽ 207 വരെയുള്ള ആയത്തുകൾ. അഫറഅയ്ത ഇൻ മത്തഅനാഹും സിനീൻ, അള്ളാഹു പറയാണ്, നീ കണ്ടിട്ടില്ലേ, നീ മനസ്സിലാക്കിയിട്ടില്ലേ, അവർക്ക് കുറച്ച് വർഷങ്ങൾ, കുറച്ച് കാലം നാം അത് ആസ്വാദനങ്ങൾ നൽകുന്നു. സുമ്മ ജാഅഹും മാ കാനൂ യുഅദൂൻ, പിന്നെ അതാ അവർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടത് അവരിലേക്ക് വരുന്നു. മാ ഗനാ അൻഹും മാ കാനൂ യുമത്തഊൻ, അവർ ആസ്വദിച്ചിരുന്ന ആസ്വാദനങ്ങളൊന്നും
അവർക്ക് ഒരു ഉപകരിക്കാത്ത അവസ്ഥയിലാണ് ഉണ്ടാവുക എന്നുള്ളത്. അഥവാ ദുനിയാവ് അത് അന്ത്യനാൾ സംഭവിച്ചു കഴിഞ്ഞാൽ ദുനിയാവിലുള്ളതെല്ലാം വിട്ടേച്ച് പോകേണ്ടി വരും. ഒന്നും നമുക്കുണ്ടാവില്ല. എത്ര വലിയ കൊട്ടാരത്തിൽ താമസിച്ചവനാണെങ്കിലും, എത്ര വലിയ സമ്പത്തുണ്ടായിരുന്നവനാണെങ്കിലും, പദവി ഉണ്ടായിരുന്നവനാണെങ്കിലും, സൈന്യമുണ്ടായിരുന്നവനാണെങ്കിലും, പ്രശസ്തി ഉണ്ടായിരുന്നവനാണെങ്കിലും അവനെല്ലാം വിട്ടേച്ച് പോകണം. വഖൗലുഹു തആല, മറ്റൊരായത്ത് സൂറത്ത് യൂനുസിലെ 45-ാമത്തെ ആയത്ത്, വയൗമ യഹ്ശുറുഹും കഅൻ ലം യൽബസു ഇല്ലാ സഅതൻ മിനൻ നഹാരി യതആറഫൂന ബൈനഹും. അവർ ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ, അന്ത്യനാളിൽ ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ ഏതുപോലെയായിരിക്കും അവർ? കഅൻ ലം യൽബസു ഇല്ലാ സഅതൻ മിനൻ നഹാരി യതആറഫൂന ബൈനഹും. അവർക്ക് തോന്നുക അവർ ഈ ദുനിയാവിൽ വളരെ കുറച്ച് നേരം, പകലിൻ്റെ ഒരു നേരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവർ പരസ്പരം മനസ്സിലാക്കുകയും ചെയ്യും. അവർക്ക് പരസ്പരം കാണാനും മനസ്സിലാക്കാനും ഒക്കെ സാധിക്കുകയും ചെയ്യും എന്ന് പറയുകയാണ്. ഇതേ ആശയത്തിൽ ധാരാളം ആയത്തുകൾ ഖുർആനിലുണ്ട്. ദുനിയാവ് പരലോകത്തെ വെച്ച് നോക്കുമ്പോൾ വളരെ കുറവാണ് എന്നുള്ളത്. വഖതബൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം യൗമൻ അസ്ഹാബഹു വശംസു അലാ റൂസിൽ ജിബാൽ. ഒരിക്കൽ സൂര്യൻ അസ്തമിക്കാനായിക്കൊണ്ട് നിൽക്കുന്ന ഒരു പർവ്വതത്തിൻ്റെ മുകളിലെത്തിയ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികളോട് പറയുകയുണ്ടായി, ഫഖാല ഇന്നഹു ലം യബ്ഖ മിനദ് ദുനിയാ ഫീമാ മളാ മിൻഹാ. ഈ ദുനിയാവിൽ നിന്ന് ഇനി ബാക്കിയായിട്ടുള്ളത്, ഇനി കഴിയാനുള്ളത്, മിൻഹാ ഇല്ലാ കമാ ബഖിയ മിൻ യൗമികും ഹാദാ ഫീമാ മളാ മിൻഹു. ഈ ദിവസത്തിൽ എന്താണോ നിങ്ങൾക്ക് ഇനി തീർന്നു പോകാനുള്ളത് അത്ര മാത്രമേ ഉള്ളൂ എന്ന് പറയണം. അഥവാ ഇമാം തിർമിദി ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീസാണ്. ഇനി അത്ര മാത്രമേ തീരാനുള്ളൂ എന്നുള്ളത് അറിയിക്കുകയാണ്. വഖിസറുൽ അമലി ബിനാഉഹു അല അംറൈൻ. ഇവിടെ ഈ ആയുസ്സിലുള്ള പ്രതീക്ഷ കുറയുക എന്നുള്ളത് മൊത്തത്തിൽ രണ്ട് കാര്യങ്ങളുടെ മേലെയാണ് അത് കെട്ടിപ്പടുക്കപ്പെട്ടിട്ടുള്ളത്. രണ്ട് കാര്യങ്ങളുടെ മേലെയാണ് അത് നിലനിൽക്കുന്നത്. തയഖുനു ജവാലി ദുനിയാ വ മുഫാറഖതിഹ. ദുനിയാവ് നീങ്ങിപ്പോകുമെന്നും അതിൽ നിന്ന് പിരിഞ്ഞു പോകേണ്ടി വരുമെന്നുള്ള ദൃഢനിശ്ചയം, ദൃഢബോധ്യം. വ തയഖുനു ലിഖാഇൽ ആഖിറ على أمرين: وتيقن زوال الدنيا ومفارقتها وتيقن لقاء الآخرة وبقائها ودوامها. അതുപോലെ തന്നെ രണ്ടാമത്തെ ദൃഢബോധ്യം പരലോകത്തെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും, അത് നിലനിൽക്കുന്നതാണ് എന്നുള്ള ബോധ്യം. ഈ രണ്ടെണ്ണത്തിൻ്റെ മേലെയാണ് ഈ ഖിസറുൽ അമൽ നിൽക്കുന്നത്. ദുനിയാവ് തീർന്നു പോകുന്നുള്ളതും പരലോകം നിലനിൽക്കുന്നതും കണ്ടുമുട്ടുമെന്നുള്ളതും. സുമ്മ യുഖായിസു ബൈനൽ അംറൈൻ വയുസിറു ഔലാഹുമാ ബിൽ ഈസാർ. പിന്നെ ഈ രണ്ട് കാര്യങ്ങൾ തമ്മിൽ താരതമ്യം ചെയ്ത് നോക്കിയിട്ട് ഒരാൾക്ക് ഇതിൽ ഏതാണോ കൂടുതൽ സ്വാധീനം ചെലുത്തുന്നത് അതിൻ്റെ സ്വാധീനത്തെ ഈ ഖിസറുൽ അമലിൽ ഉപയോഗിക്കും. അതായത് ചില ആളുകൾക്ക് ദുനിയാവ് നീങ്ങിപ്പോകും എന്നുള്ളതായിരിക്കും കൂടുതൽ ദുനിയാവിലുള്ള പ്രതീക്ഷ കുറക്കുന്നത്. ചില ആളുകൾക്ക് പരലോകം നിലനിൽക്കുന്നതാണ്, പരലോകം അടുത്ത് തന്നെ ആയിട്ടുണ്ട്, പരലോകത്തിൽ നിലനിൽക്കുന്നു, അതിൻ്റെ കാര്യങ്ങളായിരിക്കും. ഇത് രണ്ടും ഒരേപോലെയാണ്. ഇതിൽ ഏതാണോ ഒരാൾക്ക് കൂടുതൽ സ്വാധീനം ചെലുത്തുന്നത് അതിൽ പ്രാധാന്യം കൊടുക്കുക. അപ്പോൾ ഇതാണ് ഖിസറുൽ അമലുമായിട്ട് ബന്ധപ്പെട്ട് ഇബ്നുൽ ഖയ്യിം പറഞ്ഞത്. രണ്ടാമത് ഇമാം ഹറവി പറഞ്ഞിട്ടുള്ള കാര്യം എന്താണ്? തഅമ്മുലു ഫിൽ ഖുർആൻ. ഖുർആനിലെ ഉറ്റാലോചിക്കുക എന്നുള്ളത്. അതുമായി ബന്ധപ്പെട്ട് പറയുകയാണ്, വഅമ്മ തഅമ്മുലു ഫിൽ ഖുർആൻ, ഖുർആനിനെ ഉറ്റാലോചിക്കുക എന്നുള്ളതെല്ലാം ഫഹുവ, അത് പറഞ്ഞു കഴിഞ്ഞാൽ തഹ്ദീഖു നാദിറിൽ ഖൽബി ഇലാ മആനീഹി, ഖൽബിൻ്റെ നോട്ടം കൊണ്ട് വളരെ കൃത്യമായി സൂക്ഷ്മമായി കൊണ്ട് ആ ഖുർആനിൻ്റെ ആശയങ്ങളിലേക്ക് നോക്കുക. ഖൽബിൻ്റെ നോട്ടം പറഞ്ഞാൽ അതിൻ്റെ ആശയത്തെ ഗ്രഹിച്ചുകൊണ്ട് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടുള്ള നോട്ടം. വജംഉൽ ഫിക്രി അലാ തദബ്ബുരിഹി വതഅഖുലിഹി, ആ ആയത്തുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഖുർആനുമായി ബന്ധപ്പെട്ട ചിന്തയിൽ, ഉറ്റാലോചനയിൽ എല്ലാവിധ ചിന്തകളും ഒരുമിച്ച് കൂട്ടുക. അങ്ങനെ വേറെ ചിന്തയിലെ ഇടയിലൊന്നുമല്ല, ഖുർആൻ അതിൽ മുഴുവൻ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട്. വഹുവൽ മഖ്സൂദ് ബിഇൻസാലിഹി, അതാണ് ഖുർആൻ ഇറക്കപ്പെട്ടതിൻ്റെ ഉദ്ദേശം. ലാ മുജറദ തിലാവത്തിഹി ബിലാ തഫഹുമിൻ വലാ തദബ്ബുരിൻ. അപ്പോൾ വെറും ഒരു തഫഹും ഇല്ലാതെ, ഒരു മനസ്സിലാക്കലും ഇല്ലാതെ, ഗ്രാഹ്യതയും ഇല്ലാതെ, ഒരു ഉറ്റാലോചനയും ഇല്ലാതെ കേവലം പാരായണം ചെയ്യുക എന്നുള്ളത് ഖുർആൻ ഇറക്കപ്പെട്ടതിൻ്റെ ഉദ്ദേശത്തിലുള്ളതല്ല എന്നുള്ളത് പറയാം. ഖുർആൻ ഇറക്കപ്പെട്ടത് അത് ഉറ്റാലോചിക്കാനും അതെങ്ങനെ ഗ്രഹിക്കാനും വേണ്ടിയിട്ടാണ്. ഖാല അല്ലാഹു തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൻ ലിയദ്ദബ്ബറു ആയാതിഹി വലിയതദക്കറ ഉലുൽ അൽബാബ്. കിതാബ് അഥവാ ഖുർആൻ, ഖുർആൻ അൻസൽനാഹു ഇലൈക്, അള്ളാഹു പറയാണ് നാം അതിനെ നിന്നിലേക്ക് ഇറക്കിയത്, മുബാറക്കുൻ ബറക്കത്ത് നിറഞ്ഞതാണ്,
ലിയദ്ദബ്ബറു ആയാതിഹി, അതിൻ്റെ ആയത്തുകളെക്കുറിച്ച് ഉറ്റാലോചിക്കാനും വലിയ തദക്കറ ഉലുൽ അൽബാബ്, ബുദ്ധിയുള്ളവർ അത് ആവർത്തിച്ച് ചിന്തിക്കാനും ഓർക്കാനും വേണ്ടിയിട്ടാണ്. സൂറത്ത് സ്വാദിലെ 29-ാമത്തെ ആയത്താണ്. അതിൽ ഇബ്നു ഖയ്യിം പറയുന്നു, ഫലൈസ ഷൈഉൻ അൻഫഅ ലിൽ അബ്ദി ഫീ മആശിഹി വ മആദിഹി, ഒരു അടിമയ്ക്ക് അവൻ്റെ ഈ ജീവിതത്തിലും പരലോകത്തിലും ഏറ്റവും ഉപകാരപ്പെട്ടതായിട്ട് വഖറബ ഇലാ നജാതിഹി, അവൻ്റെ വിജയത്തിലേക്ക് ഏറ്റവും അടുപ്പിക്കുന്നതായിട്ട് മിൻ തദബ്ബുരിൽ ഖുർആൻ, തദബ്ബുൽ ഖുർആൻ അല്ലാതെ വ ഇതാലത്തി തഅമ്മുൽ ഫീഹി, അതിനെക്കുറിച്ച് ആലോചിക്കുന്നല്ലാതെ മറ്റൊന്നുമില്ല. അതായത് ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള കാര്യം ഒരുവൻ്റെ ജീവിതത്തിൽ ഇരു ലോകത്തിന് ഉപകരിക്കുന്നതും വിജയത്തിലേക്ക് അടുപ്പിക്കുന്നതായിട്ടുള്ള കാര്യം ഖുർആൻ ഉറ്റാലോചിക്കലും അത് ആവർത്തിച്ച് ധാരാളമായി അത് ആലോചിക്കുക എന്നുള്ളതാണ്. വജംഉൽ ഫിക്രി അലാ മആനി ആയാതിഹി, അതുപോലെ അതിൻ്റെ ആയത്തുകളുടെ ആശയത്തിൽ ഒരുത്തൻ്റെ ചിന്ത ഒരുമിപ്പിക്കുക എന്നുള്ളത്. ഫഇന്നഹാ തുത്ലിഉൽ അബ്ദ അലാ മആലിമിൽ ഖൈരി വശ്ശർരി ബിഹദാഫീരിഹാ, ആ ആലോചന എന്നുള്ളത് ഒരടിമയ്ക്ക് കൊടുക്കുന്ന ആ ഉൾക്കാഴ്ച, അല്ലെങ്കിൽ അവന് കൊടുക്കുന്ന മനസ്സിലാക്കൽ, അവന് കൂടുതൽ അറിയാൻ സാധിക്കും എന്താണ് ഖൈറിൻ്റെ അടയാളങ്ങൾ എന്തൊക്കെയാണ്, ഷെറിൻ്റെ അടയാളങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ എല്ലാ നിലക്കും അതിലേക്ക് എത്തിക്കുന്നതും അതിൻ്റെ റിസൾട്ടും അതിൻ്റെ കാര്യങ്ങളും കാരണങ്ങളും അങ്ങനെ തുടങ്ങി എല്ലാം അതിനെ മൊത്തത്തിലൊരാശയം അവന് ലഭിക്കും. വഅലാ തുറുഖാതിഹിമ വഅസ്ബാബിഹിമ, ഈ ഖൈറിൻ്റെയും ഷെറിൻ്റെയും മാർഗങ്ങൾ എന്താണ്, കാരണങ്ങൾ എന്താണ്, അഥവാ ഒരു ഖൈർ കിട്ടാൻ എന്താണ് വഴി, ആ ഒരു ഷെറിൽ അകപ്പെടാനുള്ള കാരണം എന്താണ്, ആ ഖൈർ നഷ്ടപ്പെടാതിരിക്കാനുള്ള കാരണം, അല്ലെങ്കിൽ നഷ്ടപ്പെടാനുള്ള കാരണം, ഷെർ ഒഴിവായി കിട്ടാനുള്ള, അങ്ങനെ അതുമായി ബന്ധപ്പെട്ട എല്ലാം. വഗായാതിഹ വസമറാതിഹ, അതിൻ്റെ എൻഡ് പോയിന്റ് എന്താണ്, അല്ലെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന അനന്തരഫലങ്ങൾ എന്തൊക്കെയാണ്. വതുസബ്ബിതു ഖവാഇദൽ ഈമാൻ ഫി ഖൽബിഹി, അപ്പോൾ ഖൈറും ഷെറുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെക്കുറിച്ചുള്ള ബോധ്യം അവന് ഖുർആനിനെ ഉറ്റാലോചിക്കുന്നതിലൂടെ ഉണ്ടാകും. അതുപോലെ വതുസബ്ബിതു ഖവാഇദൽ ഈമാൻ ഫി ഖൽബിഹി, ഖുർആനെ കുറിച്ച് ഉറ്റാലോചിക്കുക എന്നുള്ളത് അവൻ്റെ ഖൽബിൽ ഈമാനിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ ഉറപ്പിക്കും, ഈമാനിൻ്റെ അടിസ്ഥാനം അവനിൽ ഉറപ്പിക്കും. വതുശയ്യിദു ബുന്യാനഹു വതുവത്തിദു അർക്കാനഹു, അതിൻ്റെ ആ നിർമ്മാണം അത് ശക്തിപ്പെടുത്തുകയും അതുപോലെ അതിൻ്റെ നിർമ്മാണം ശക്തിപ്പെടുത്തുകയും അതുപോലെ തന്നെ അതിൻ്റെ സ്തംഭങ്ങൾ, അതിൻ്റെ തൂണുകളെ അതിനെ നാട്ടുകയും എല്ലാം ചെയ്യും. വതുരീഹി സൂറത്ത ദുനിയ വല്ലാഖിറ, ദുനിയാവിൻ്റെയും പരലോകത്തിൻ്റെയും യാഥാർത്ഥ്യം അവന് കാണിക്കപ്പെടും. വൽ ജന്നത്തി വന്നാരി ഫി ഖൽബിഹി, സ്വർഗവും നരകവും അവൻ്റെ കൽബിൽ കാണിക്കപ്പെടുന്ന അവസ്ഥയുണ്ടാവും. കൽബ് കൊണ്ട് കാണുക എന്ന് പറഞ്ഞ ഒരു കാര്യത്തെക്കുറിച്ചുള്ള വളരെ കൃത്യമായ ബോധ്യവും യാഥാർത്ഥ്യവും വിശ്വാസവും ദൃഢപ്പെടുമ്പോൾ ഉണ്ടാകുന്നതിനാണ് ഐനുൽ ഖൽബ് എന്ന് പറയുന്നത്. അപ്പോൾ കൽബ് കൊണ്ട് കാണിക്കപ്പെടുന്ന അവസ്ഥയുണ്ടാവും. വതുഹ്ദിറുഹു ബൈനൽ ഉമം, അവനെ മുൻകഴിഞ്ഞു പോയ സമൂഹങ്ങൾക്കുണ്ടായ അവസ്ഥയിലെല്ലാം അല്ലെങ്കിൽ അവരുടെ മുമ്പിലെല്ലാം അവനെ ഹാജരാക്കപ്പെട്ട പോലെ ഉണ്ടാകും. വതുരീഹി അയ്യാമുല്ലാഹി ഫീഹിം, അവരിലുണ്ടായിരുന്ന അള്ളാഹുവിൻ്റെ നടപടിക്രമങ്ങൾ, അള്ളാഹു അവർക്ക് എന്തൊക്കെയാണ് നൽകിയത്, എങ്ങനെയാണ് അവരെ നശിപ്പിച്ചത്, എന്തൊക്കെയാണ് അവരുടെ മേലെ ചെയ്ത കാര്യങ്ങൾ, അതൊക്കെ അവന് കാണാൻ സാധിക്കും. അഥവാ കൽബിൻ്റെ കണ്ണുകൊണ്ട് കാണുന്നത് പോലെ. വതുബസ്സിറഹു മവാഖിഅ ഇബർ, അങ്ങനെ ഉറ്റാലോചിക്കാനും ചിന്തിക്കാനും ഗുണപാഠം ഉൾക്കാനുമായിട്ടുള്ള കാര്യങ്ങൾ അവൻ കാണാൻ സാധിക്കും. വതുശ്ഹിദുഹു അദ്ലല്ലാഹി വഫദ്ലഹ്, അവൻ അള്ളാഹുവിൻ്റെ നീതിയും അള്ളാഹുവിൻ്റെ ഔദാര്യത്തിനും സാക്ഷ്യം വഹിക്കും. വതുഅരിഫുഹു ദാതഹു വഅസ്മാഅഹു വസിഫാതിഹി വഅഫ്ആലഹു, അവൻ്റെ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അസ്തിത്വം, അള്ളാഹുവിൻ്റെ നാമങ്ങൾ, അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ, അള്ളാഹുവിൻ്റെ പ്രവർത്തനങ്ങൾ, ഇതെല്ലാം അവന് ബോധ്യപ്പെട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഖുർആൻ ആലോചിക്കുന്നതുകൊണ്ടുള്ള നേട്ടങ്ങളാണ് പറയുന്നത്. വമാ യുഹിബ്ബുഹു വമാ യുബ്ഗിദുഹു, അള്ളാഹുവിന് എന്താണ് ഇഷ്ടമുള്ളത്, അള്ളാഹുവിന് എന്താണ് വെറുപ്പുണ്ടാക്കുന്നത്, എന്ന് കോപമുണ്ടാക്കുന്നത് എന്നവന് മനസ്സിലാക്കാൻ സാധിക്കും. വസിറാത്തഹു അൽ മൂസില ഇലൈഹി, അള്ളാഹുലേക്ക് എത്തിക്കുന്ന വഴി എന്താണ്, മാർഗം എന്താണ് എന്നുള്ളത് അവൻ അറിയാൻ സാധിക്കും. വമാ ലിസാലിക്കിഹി ബഅദൽ വുസൂലി വൽ ഖുദൂമി അലൈഹി, ഇനി അള്ളാഹുലേക്കുള്ള യാത്രയിൽ പോകുന്ന ഒരുവന് അള്ളാഹുൽ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പരലോകത്ത് വിജയം കൈവരിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് അവന് കിട്ടുക എന്നുള്ളത് അറിയാൻ സാധിക്കും. വഖവാതിഅ ത്വരീഖി വആഫാതിഹ, ഈ മാർഗത്തിന് തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്നും ഈ മാർഗത്തിലേക്ക് എത്താൻ, അള്ളാഹുലേക്ക് എത്താൻ തടസ്സമായിട്ടുള്ള എന്തൊക്കെയാണ് അതിൻ്റെ ദോഷങ്ങളൊക്കെ ഉള്ളത് അവന് ബോധ്യപ്പെടും, തടസ്സമാകുന്നത്. വതുഅരിഫുഹു നഫ്സ വസിഫാതിഹ, അവന് സ്വന്തം നഫ്സിൻ്റെ അവസ്ഥ എന്താണ് എന്നും ആ നഫ്സിന് എന്തൊക്കെ വിശേഷണങ്ങൾ ഉണ്ടാകുന്നുണ്ട്, അതിന് വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് അവന് മനസ്സിലാക്കാൻ സാധിക്കും. വമുഫ്സദാത്തിൽ അഅ്മാലി വമുസഹ്ഹിഹാതിഹ,
ഒരു കർമ്മത്തെ പാഴാക്കി കളയുന്നത് എന്താണെന്നും അതിനെ ശരിയാക്കുന്നത് എന്തൊക്കെയാണ് എന്നും അവൻ അറിയാൻ സാധിക്കും. വതുഅരിഫുഹു ത്വരീഖ അഹ്ലിൽ ജന്നതി വഅഹ്ലിൻ നാരി വഅഅമാലഹും അവന് അറിയാൻ സാധിക്കും, അല്ലെങ്കിൽ ഈ ഖുർആൻ അവനെ അറിയിക്കും സ്വർഗാവകാശികളുടെ മാർഗം എന്താണ്, നരകാവകാശികളുടെ മാർഗം എന്താണ്, അവരുടെ കർമ്മങ്ങൾ എന്താണ്, വഹ്വാലുഹും അവരുടെ അവസ്ഥകൾ എന്താണ്, വസീമാഹും അവരുടെ അടയാളങ്ങൾ എന്താണ്. ദുനിയാവിൽ സ്വർഗാവകാശികളുടെയും നരകാവകാശികളുടെയും കർമ്മങ്ങൾ എങ്ങനെയായിരിക്കും, അവരുടെ അവസ്ഥകൾ എങ്ങനെയായിരിക്കും, അവരുടെ അടയാളങ്ങൾ എന്തായിരിക്കും. വമറാത്തിബ അഹ്ലി സഅദ വഅഹ്ലി ശഖാവ സൗഭാഗ്യത്തിൻ്റെ ആളുകളുടെ മർത്തബകൾ എന്തൊക്കെയാണ്, ഏതൊക്കെ മർത്തബകളിൽ ഉണ്ടാവും നല്ല ആളുകൾ, അതുപോലെ തന്നെ ദൗർഭാഗ്യത്തിൻ്റെ ആളുകൾ ഏതൊക്കെ മർത്തബകളിലായിരിക്കും ഉണ്ടാവുക എന്നുള്ളത് അവന് അറിയാൻ സാധിക്കും. വഖ്സാമൽ ഖൽഖി വജ്തിമാഅഹും ഫീമാ യജ്തമിഊന ഫീഹി സൃഷ്ടികൾ ഏതൊക്കെ തരത്തിലാണ്, പല രീതിയിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള ആളുകൾ സൃഷ്ടികൾ പല രീതിയിലുണ്ട്, പല സ്വഭാവത്തിലുണ്ടാവും, പല രീതിയിലുണ്ടാവും. അതൊക്കെ അവരൊക്കെ ഏതൊക്കെ തരത്തിലാണ്, മുഅ്മിന്, കാഫിർ, മുനാഫിഖ്, മുഹ്സിന്, മുത്തഖി, അങ്ങനെ പല രീതിയിൽ എന്തൊക്കെയാണ് അവന് ബോധ്യപ്പെടും, അല്ലെങ്കിൽ അതിനുള്ള കാരണങ്ങൾ എന്താണെന്ന്. വഫ്തറാഖഹും ഫീമ യഫ്തരിഖൂന ഫീഹി അവരുടെ ഇടയിലുള്ള സെപ്പറേഷൻ എന്താണ്, അവരുടെ ഇടയിൽ വരുന്ന വ്യത്യാസം എന്നുള്ളതൊക്കെ അവന് ബോധ്യപ്പെടും. എന്താണ് അവർ ഒരുമിച്ച് കൂടാനുള്ള കാരണം, അവർ വേർതിരിയാനുള്ള കാരണം ഒക്കെ അവർ തമ്മിലുള്ള എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ബോധ്യപ്പെടുന്ന അവസ്ഥയുണ്ടാകും. വബിൽ ജുംല മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, അഥവാ ഖുർആൻ കൊണ്ട് അറിയിക്കുന്ന കാര്യങ്ങളെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കിട്ടും ഖുർആൻ ഉറ്റാലോചിക്കുന്ന സമയത്ത്. അതിനെ മൊത്തത്തിൽ പറഞ്ഞാൽ തുഅരിഫുഹു റബ്ബൽ മദ്ഉവ ഇലൈഹി ഏതൊരു റബ്ബിലേക്കാണോ അവൻ ക്ഷണിക്കപ്പെട്ടിട്ടുള്ളത് ആ റബ്ബിനെ അവൻ യഥാർത്ഥത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. റബ്ബുമായി ബന്ധപ്പെട്ട എല്ലാം, അള്ളാഹുവിൻ്റെ നാമങ്ങളാവട്ടെ, വിശേഷണങ്ങളാവട്ടെ, പ്രവർത്തനങ്ങളാവട്ടെ, അള്ളാഹുവിനോട് നമ്മൾ വീട്ടിൽ കൊടുക്കേണ്ട ഹക്കാവട്ടെ, അള്ളാഹുവിൽ ഇങ്ങോട്ട് ലഭിക്കുന്ന കാര്യങ്ങൾ, അങ്ങനെ അള്ളാഹുമായി ബന്ധപ്പെട്ട എല്ലാം. വത്വരീഖൽ വുസൂൽ ഇലൈഹി അള്ളാഹുവിലേക്ക് എത്താനുള്ള മാർഗം എന്താണ്, എന്തൊക്കെ ചെയ്താലാണ് എത്താൻ പറ്റുക, എന്തൊക്കെയാണ് ഞാൻ ശ്രദ്ധിക്കേണ്ടത്, അതൊക്കെ അറിയാൻ പറ്റും. വമാലഹു മിനൽ കറാമത്തി ഇദാ ഖദിമ അലൈഹി അള്ളാഹുവിലേക്ക് എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ എന്താണ് അള്ളാഹു ഒരുക്കിയിട്ടുള്ള ആദരവുകൾ, കറാമത്തുകൾ എന്നുള്ള കാര്യവും അവന് അറിയാൻ സാധിക്കും. ഇതാണ് ഖുർആൻ കൊണ്ട് ഉറ്റാലോചിക്കുമ്പോഴുള്ള പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം 3 കാര്യങ്ങൾ പറഞ്ഞല്ലോ. ഒന്ന്, അള്ളാഹുവിനെ സംബന്ധിച്ച്, അള്ളാഹുവിലേക്ക് എത്താനുള്ള മാർഗത്തെ സംബന്ധിച്ച് 3 അതിൽ എത്തിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് കിട്ടുക എന്നുള്ളത്. അതോടൊപ്പം വതുഅരിഫുഹു ഫീ മഖാബിലി ദാലിക സലാസൻ ഉഖ്റ ഈ 3 കാര്യങ്ങൾ അറിയുമ്പോൾ തന്നെ അതിനോട് ഒപ്പം തന്നെ മനസ്സിലാക്കുന്ന 3 കാര്യങ്ങൾ കൂടിയുണ്ട്. അതെന്താണ്? മയദു ഇലൈഹി ഷൈത്താൻ ഏതിലേക്കാണ് ക്ഷണിക്കുന്നത് എന്നുള്ളത്. വത്വരീഖൽ മൂസിലത ഇലൈഹി അതുപോലെ ഷൈത്താൻ ക്ഷണിക്കുന്നതിലേക്ക്, അഥവാ നരകമായിരിക്കും, അതിലേക്ക് എത്തുന്ന മാർഗം എന്താണ്, അല്ലെങ്കിൽ ഷൈത്താൻ്റെ മാർഗത്തിലേക്ക് എത്തിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത്. വമാലിൽ മുസ്തജീബി ദഅവതിഹി മിനൽ ഇഹാനതി വൽ അദാബി വഅദൽ വുസൂൽ ഇലൈഹി ഈ പിശാചിൻ്റെ ക്ഷണത്തിന് ഉത്തരം ചെയ്ത ആളുകൾക്ക് ലഭിക്കുന്ന നിന്ദ്യതയും ശിക്ഷയും ആ മാർഗത്തിൽ എത്തിക്കഴിഞ്ഞാൽ, പിശാച് ക്ഷണിക്കുന്ന ആ മാർഗത്തിലായിക്കഴിഞ്ഞാൽ അവർക്കുള്ള നിന്ദ്യതയും ശിക്ഷയും എന്തൊക്കെയാണ് എന്നുള്ളതും അറിയാൻ സാധിക്കും. അതായത് ഇത് വലിയൊരു കാര്യമാണ്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിന് വിജയിക്കാനും ആ തോൽവി സംഭവിക്കാനും ആവശ്യമായിട്ടുള്ള അടിസ്ഥാനങ്ങളെക്കുറിച്ച്, അതിൻ്റെ ശാഖകളെക്കുറിച്ച് എല്ലാം മനസ്സിലാക്കി തരുന്ന കാര്യമാണ് അത്തഅമ്മുലു ഫിൽ ഖുർആനെ കുറിച്ച് ഉറ്റാലോചിക്കുക എന്നുള്ളത്. ഇത് വളരെയധികം, ഇതിൽ ഓരോ കാര്യങ്ങളും വളരെയധികം ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞ 6 കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, അള്ളാഹുവിനെ സംബന്ധിച്ച്, അള്ളാഹുലേക്ക് എത്താനുള്ള മാർഗത്തെ സംബന്ധിച്ച് എത്തിക്കഴിഞ്ഞാൽ ലഭിക്കുന്ന അനുഗ്രഹങ്ങളെ സംബന്ധിച്ച്, അതിൻ്റെ ഓപ്പോസിറ്റ് കാര്യങ്ങളും അതിനോടൊപ്പം ഉണ്ടാവും. ഒന്ന്, ശൈത്താൻ ക്ഷണിക്കുന്നത് എന്താണ് എന്നതിനെ സംബന്ധിച്ച്, അതിലേക്കുള്ള എത്തിച്ചേരാനുള്ള മാർഗങ്ങൾ, കാരണങ്ങൾ, കാര്യങ്ങൾ, കർമ്മങ്ങൾ എന്തൊക്കെയാണ്, അതിനെ സംബന്ധിച്ച് എത്തിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന നഷ്ടങ്ങളും ശിക്ഷയും എന്തൊക്കെയാണ് എന്നുള്ളത്. ഈ 6 കാര്യങ്ങൾ ഖുർആനിൽ നിന്ന് ഉറ്റാലോചിക്കുന്ന വഴി ഒരാൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ഇബ്നുൽ ഖയ്യിം ഈ 6 കാര്യങ്ങളെ പറ്റി പറയാണ്. തഅമ്മുൽ ഖുർആൻ കൊണ്ട് ലഭിക്കുന്ന 6 കാര്യങ്ങൾ, ഈ 6 കാര്യങ്ങൾ ഒരുവനിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങളെ പറ്റി പറയാണ്. ഫഹാദിഹി സിത്തതു ഉമൂരിൻ ദറൂറിയത്തുൻ ലിൽ അബ്ദി മഅരിഫതുഹാ ഈ 6 കാര്യങ്ങൾ എന്നുള്ളത് ഒരടിമ നിർബന്ധമായിട്ടും മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങളാണ്. നിർബന്ധമായിട്ടും അവൻ്റെ ജീവിതത്തിൽ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങളാണ്. വമുശാഹദതുഹാ വമുതാലഅതുഹാ അത് ബോധ്യപ്പെടുകയും അതിനെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കി പരിശോധിക്കേണ്ട കാര്യമാണ്. വതുഷ്ഹിദുഹു അൽ ആഖിറ ഹത്താ കഅന്നഹു ഫീഹാ അങ്ങനെ ഈ കാര്യങ്ങളെക്കുറിച്ച്, ഈ 6 കാര്യങ്ങളെക്കുറിച്ച് അവൻ അറിയുകയും അവന് ബോധ്യപ്പെടുകയും അവൻ അതിനെ ആവർത്തിച്ച് പരിശോധിക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട് എങ്കിൽ
അവനെ എത്തിക്കുന്നൊരവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പരലോകത്തെത്തി സാക്ഷ്യം വഹിക്കുന്നത് പോലെ ഒരു അവസ്ഥയാണ് അവനുണ്ടാവുക. വതുഗയ്യിബുഹു അനി ദുനിയ ഹത്താ കഅന്നഹു ലൈസ ഫീഹാ, അവനെ ദുനിയാവിൽ നിന്ന് അവനെ ഇല്ലാതാക്കുന്ന അവസ്ഥയുണ്ടാവും, ദുനിയാവിൽ നിന്ന് അവനെ അദൃശ്യമാക്കുന്ന അവസ്ഥയുണ്ടാവും, അവൻ ദുനിയാവിലല്ലാത്ത പോലെ. അഥവാ ഖുർആൻ ഉറ്റാലോചിച്ചു കൊണ്ട് ഈ 6 കാര്യങ്ങൾ ഒരാൾക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പരലോകത്ത് ജീവിക്കുന്ന പോലെ ആയിരിക്കും. ദുനിയാവിൽ നിന്ന് അവൻ മാറി നിൽക്കുന്ന, ഞാൻ ദുനിയാവിൽ പെട്ടവനല്ല എന്ന നിലക്ക് ആകുന്നത് പോലെ ആയിരിക്കും അവൻ്റെ ഉള്ളിൽ ഉണ്ടാവുക. കാരണം അത്രയും അത് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും. വതുമയ്യിസു ലഹു ബൈനൽ ഹഖ് വൽ ബാത്തിൽ ഫീ കുല്ലി മഖ്തലഫ ഫീഹിൽ ആലം, ഈ ലോകത്ത് കൂടിക്കഴിഞ്ഞ് കിടക്കുന്ന ഹക്കും ബാത്തിലും എല്ലാം, അതിൽ നിന്നെല്ലാം എന്താണ് ഹക്ക് എന്താണ് ബാത്തിൽ എന്ന് വേർതിരിച്ച് മനസ്സിലാക്കാനും സാധിക്കും. ഫതുരീഹിൽ ഹഖ് ഹഖൻ വൽ ബാത്തില ബാത്തിലൻ, ഈ 6 കാര്യങ്ങൾ ബോധ്യപ്പെട്ടാൽ ഹക്കിനെ ഹക്കായിട്ടും ബാത്തിലിനെ ബാത്തിലായിട്ടും അവന് കാണിക്കപ്പെടും. വതുഅതീഹി ഫുർഖാനൻ വനൂറൻ യുഫർരിഖു ബിഹി ബൈനൽ ഹുദാ വദ്ദലാൽ, ഈ 6 കാര്യങ്ങൾ അവന് എന്ത് നൽകും? ഒരു ഫുർഖാൻ നൽകും, ഒരു നൂറ് നൽകും, വേർതിരിച്ച് അറിയാനുള്ള കഴിവും ഒരു പ്രകാശവും നൽകും. അതിലൂടെ നേർമാർഗം എന്താണ്, വഴികേട് എന്താണ് എന്നവന് വേർതിരിക്കാൻ സാധിക്കും. വൽ ഗയ്യ് വർ റഷാദ്, അതുപോലെ തന്നെ പിഴവെന്താണ്, നേരായ മാർഗം എന്താണ്. വതുഅതീഹി ഖുവ്വതൻ ഫീ ഖൽബിഹി, അത് അവൻ്റെ കൽബിൽ ഒരു പ്രത്യേക ശക്തി നൽകും. വഹയാതൻ വസഅതൻ വൻശിറാഹൻ, ആ കൽബിനൊരു ജീവനും ഒരു വിശാലതയും ഒരു വിശാലതയൊക്കെ നൽകും. വബഹജതൻ വസുറൂറൻ, ഒരു പ്രത്യേക സന്തോഷവും ആനന്ദവും നൽകും. ഫയസീറു ഫീ ശഅനിൻ വന്നാസു ഫീ ശഅനിൻ ആഖർ, അവൻ മറ്റൊരു അവസ്ഥയിലും ജനങ്ങളെല്ലാം മറ്റൊരു അവസ്ഥയിലും ആയിത്തീരുന്ന രീതിയിലാകും. അഥവാ ഖുർആൻ ഉറ്റാലോചിച്ച് കഴിഞ്ഞ് ഈ 6 കാര്യങ്ങൾ ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അതിൽ അതിൻ്റെ മഅരിഫത്തും അതിൻ്റെ മുശാഹദത്തും എല്ലാം ശരിയായി കഴിഞ്ഞാൽ, അത് ഗൗരവത്തിൽ ഉറ്റാലോചിച്ച് ചിന്തിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്കുണ്ടാകുന്ന മാറ്റമാണത്. ഫലാ തസാലു മആനീഹി തുൻഹിദുൽ അബ്ദ ഇലാ റബ്ബിഹി ബിൽ വഅദിൽ ജമീൽ, ഈ ആശയങ്ങൾ അഥവാ ഖുർആനിൻ്റെ ഈ ആശയങ്ങൾ ഒരടിമയെ ഉയർത്തിക്കൊണ്ടേയിരിക്കും അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുള്ള മഹത്തായ ആ ഭംഗിയുള്ള അല്ലെങ്കിൽ ഏറ്റവും മഹത്തായ കാര്യങ്ങളിലേക്ക്. വതുഹദ്ദിറുഹു വതുഖവ്വിഫുഹു ബിവഈദിഹി മിനൽ അദാബിൽ വബീൽ, എപ്പോഴും അവനെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കും. അള്ളാഹു താക്കീത് ചെയ്തിട്ടുള്ള മാരകമായിട്ടുള്ള ഗൗരവമുള്ള ശിക്ഷയെക്കുറിച്ച് താക്കീത് ചെയ്തിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് അവനെ ഭയപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അഥവാ ഈ ഖുർആനെ കുറിച്ചുള്ള ചിന്ത അവനുണ്ടാക്കുന്ന മാറ്റമാണ് അത്. ആ ആയത്തുകൾ അവനിൽ അള്ളാഹു വാഗ്ദാനം ചെയ്ത കാര്യങ്ങളിലേക്ക് പ്രതീക്ഷ ഉണ്ടാക്കി അതിലേക്ക് ഉയർത്തിക്കൊണ്ടുവരും. എന്താണോ അള്ളാഹു താക്കീത് ചെയ്തുള്ള ശിക്ഷ, അതിനെക്കുറിച്ച് എപ്പോഴും താക്കീത് ചെയ്തുകൊണ്ട് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഭയപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. വതഹസ്സുഹു അല തവമ്മുരി വത്തഖഫുഫി ലിലിഖാഇൽ യൗമി ثഖീൽ, ഭാരമുള്ള കടുത്ത ആ ദിവസത്തിന് വേണ്ടി അവനെ പരിശീലിപ്പിക്കാനും, തളമുറ എന്ന് പറഞ്ഞാൽ കുതിരകളെ പരിശീലിപ്പിക്കുന്ന രീതിക്ക് പറയുന്ന ഒരു പേരാണ്. അഥവാ സ്വന്തത്തെ പരിശീലിപ്പിക്കാനും വലിയ തെറ്റുകളൊന്നുമില്ലാതെ ഭാരം കുറഞ്ഞ അവസ്ഥയിൽ, തെറ്റുകളൊക്കെ ഒഴിവാക്കുന്ന അവസ്ഥയിൽ പരിശീലിപ്പിച്ച് തയ്യാറാക്കി ആ ഭാരമുള്ള ദിവസത്തിലേക്ക്. വതഹ്ദീഹി ഫീ ദുലമിൽ ആറാഇ വൽ മദാഹിബ് ഇലാ സവാഇസ് സബീൽ, അവൻ ഈ മറ്റുള്ള പിഴച്ച ചിന്തകളുടെയും മറ്റുള്ള ഇസമുകളുടെയും മറ്റുള്ള മാർഗങ്ങളിൻ്റെ ഇരുട്ടുകളിൽ നിന്ന് മാറി നേരെ ചൊവ്വയുള്ള ദീനിൻ്റെ മാർഗത്തിലേക്ക് അവനെ ഈ ഖുർആൻ വഴി കാണിച്ചുകൊണ്ടേയിരിക്കും. വതസുദ്ദുഹു അൻ ഇഖ്തിഹാമി തുർഖിൽ ബിദ്അ വൽ അവാലീൽ, ദലാലത്തിൻ്റെയും ബിദ്അത്തിൻ്റെയും വഴിയിലേക്ക് ചെന്നതിൽ വീഴുന്നത് അതിൽ നിന്ന് അവനെ തടയും. വതബഅസുഹു അല ഇസ്ദിയാദി മിനൻ നിഅമി ബിശുക്രി റബ്ബിഹിൽ ജലീൽ, അവന് അനുഗ്രഹങ്ങൾ കൂടുതലായി ലഭിക്കുന്ന അവസ്ഥയുണ്ടാവും. എന്തുകൊണ്ട്? അവൻ അള്ളാഹുവിന് കൂടുതൽ നന്ദി കാണിക്കുന്നത് കൊണ്ട് അവൻ്റെ അനുഗ്രഹങ്ങളിൽ വർധനവുണ്ടാകുന്ന അവസ്ഥ. വതുബസ്സിറുഹു ബിഹുദൂദിൽ ഹലാലി വൽ ഹറാം, ഹറാമും ഹലാലും ഏതൊക്കെയാണ് എന്ന് അവൻ ഉൾക്കാഴ്ചയോടുകൂടി നോക്കിക്കണ്ട് മനസ്സിലാക്കുന്ന അവസ്ഥയുണ്ടാവും. വതഖിഫുഹു അലൈഹ, അതിൻ്റെ ആ പരിധിയിൽ അവിടെ നിൽക്കും. ഹലാലിൽ അവിടെ നിൽക്കും, ഹറാമിൽ അവിടെ നിൽക്കും. ലിഅല്ലാ യതഅദ്ദാഹ ഫയഖഅ ഫിൽ അനാഇ ത്വീൽ, ആ പരിധി വിടാതിരിക്കാൻ അഥവാ ഹലാലിൽ പോയി വിടാതിരിക്കാൻ വേണ്ടി അവിടെ നിൽക്കും. അതിലേക്ക് വീണ് പോയി കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള നീണ്ടു നിൽക്കുന്ന കഷ്ടപ്പാടിൻ്റെ അവസ്ഥയിൽ വിടാതിരിക്കാൻ വേണ്ടി അവൻ ആ രീതിയിൽ അവനെ പരിശീലിപ്പിക്കും. ആ ഖുർആൻ കൊണ്ടുള്ള അനന്തരഫലം മാത്രമല്ല, ഇനിയും പറയുകയാണ് വതുസബ്ബിതു ഖൽബഹു അനിസ്സൈഗി വൽമൈലി അനിൽ ഹഖ് വത്തഹ്വീൽ, അവൻ്റെ കൽബിനെ ഉറപ്പിച്ചു നിർത്തും. ഹക്കിൽ നിന്ന് തെറ്റിപ്പോകാതിരിക്കാൻ, പിഴച്ചു പോകാതിരിക്കാൻ, മാറ്റം സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവനെ ഉറപ്പിച്ചു നിർത്തും. വതുസഹിലു അലൈഹിൽ ഉമൂറ അസ്സിആബ വൽ അഖബാതി അശ്ശാഖ ഗായത തസ്ഹീൽ,
അവന് ഞെരുക്കമുള്ള കഷ്ടപ്പാടുള്ള കാര്യങ്ങൾ, ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളെല്ലാം അവന് എളുപ്പമാക്കി കൊടുക്കുന്ന അവസ്ഥയുണ്ടാവും ഈ ഖുർആനിനെ കുറിച്ചുള്ള തഅമ്മുൽ. വതുനാദീഹി കുല്ലമാ ഫത്രത് അസ്മാതുഹു വവനാ ഫീ സൈരിഹി, എപ്പോഴെല്ലാം അവൻ്റെ ദൃഢനിശ്ചയം കുറച്ച് കുറഞ്ഞു പോകുന്നു, കുറച്ച് അലസമായി ഒന്ന് ദുർബലമായി പോകുന്നു അവൻ്റെ യാത്രയിൽ, അള്ളാഹുവിലേക്കുള്ള യാത്രയാണല്ലോ, അതിൽ ആ ദുർബലതയും കുറച്ച് ഗ്യാപ്പൊക്കെ വരുന്ന സമയത്ത് അവനെ വിളിച്ച് പറയും തഖദ്ദമർ റക്ബു വഫാതക ദലീലു, യാത്രാസംഘമൊക്കെ മുന്നോട്ട് പോയി, വഴികാട്ടുന്ന അയാളും നിന്നെ വിട്ടു പോയിട്ടുണ്ട്. ഫല്ലഹാഖ്, അവരിലേക്ക് നീ വേഗം ചേരുക. റഹീൽ യാത്ര തുടരുക എന്നുള്ളത്. അഥവാ സ്വാഭാവികമായിട്ടും മനുഷ്യനുണ്ടാകുന്ന അള്ളാഹുലേക്കുള്ള യാത്രയിൽ അമലുകൾ ചെയ്യുന്നതിൽ അല്ലെങ്കിൽ ഈമാനിലെല്ലാം വീഴ്ചകളും കുറവുകളൊക്കെ സംഭവിക്കുന്ന സമയത്ത് ഈ ഖുർആനിനെ കുറിച്ചുള്ള ഉറ്റാലോചന, ആ ചിന്ത, ആ പഠനം, ആ മനസ്സിലാക്കലെല്ലാം അവനെ മുന്നേറാൻ വേണ്ടി പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരിക്കും. വതഹ്ദൂ ബിഹി വതസീറു അമാമഹു സൈറദ് ദലീൽ, ആ ഖുർആൻ അവനെ കൊണ്ട് നയിക്കും, ഒരു വഴികാട്ടി ആളുകളെ കൊണ്ടുപോകുന്നത് പോലെ ആ വഴി മുന്നോട്ട് നയിച്ചുകൊണ്ടേയിരിക്കും. വകുല്ലമാ ഖറജ അലൈഹി കമീനും മിൻ കമാഇനിൽ അദു, എപ്പോഴെല്ലാം ഒളിഞ്ഞിരിക്കുന്ന ശത്രുക്കൾ അല്ലെങ്കിൽ ശത്രു അവൻ്റെ നേരക്ക് വരികയാണെങ്കിലും, ഔഖാത്തിഉൻ മിൻ ഖുത്താഇത് ത്വരീഖ്, അല്ലെങ്കിൽ വഴികൊള്ളക്കാർ അവൻ്റെ അള്ളാഹുലേക്കുള്ള യാത്രയെ തടസ്സമായിട്ട് അവന് പിടികൂടാൻ വരികയാണെങ്കിലും, നാദത്ഹു, ഈ ഖുർആൻ അല്ലെങ്കിൽ ഖുർആനിനെ കുറിച്ച് ഉറ്റാലോചിക്കുക എന്നുള്ളത് അവനെ വിളിച്ച് പറയും അൽ ഹദ്റ ഫഅതസിം ബില്ലാഹ്, സൂക്ഷിക്കണമെന്ന നിലക്ക് ഗൗരവത്തിൽ താക്കീത് ചെയ്യും. ഫഅതസിം ബില്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നീ രക്ഷ തേടുക, അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലാവുക. വസ്തഇൻ ബിഹി, അള്ളാഹുവിനോട് സഹായം ചോദിക്കുക. വഖുൽ, നീ പറയുക ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ, എനിക്ക് അള്ളാഹു മതിയായവനാണ്, ഭരമേൽപ്പിക്കാൻ എത്ര ഉത്തമനാണ് അവൻ എന്ന നിലക്ക് അവനെ പറയാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കും. അതായത് ആ ഖുർആനെ കുറിച്ച് ആലോചിക്കുന്നത് കൊണ്ട് ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും അതിൽ നിന്ന് ലഭിക്കുന്ന അടിസ്ഥാനപരമായിട്ടുള്ള 3 കാര്യങ്ങളും അതിനോടൊപ്പം അതിനെതിരായി വരുന്ന 3 കാര്യങ്ങളും, അങ്ങനെ 6 കാര്യങ്ങൾ മനസ്സിലാകും. ആ 6 കാര്യങ്ങൾ ഒരുവന് ഈ യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കി തരുന്ന ഒരു ബോധമുണ്ടാകും. അതിലൂടെ അവന് ലഭിക്കുന്ന നേട്ടങ്ങൾ അവൻ്റെ വഴികേടുകളിൽ അവനെ നേരെ ചൊവ്വേ നടത്തിക്കാനും അതുപോലെ തന്നെ എല്ലാ രീതിയിലും അവന് സംരക്ഷണമായിക്കൊണ്ട് മാറുന്ന അവസ്ഥയാണ് ഉണ്ടാവുക എന്നതാണ് പറഞ്ഞത്. ഇനി മൂന്നാമതായിട്ട് ഇമാം അൽ ഹറവി പറഞ്ഞ കൽബിനെ നശിപ്പിക്കുന്ന 5 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മൂന്നാമതായിട്ട് 3 കാര്യങ്ങൾ എന്നെ പറഞ്ഞു. ഒന്നെന്താ പറഞ്ഞ ഖിസറുൽ അമൽ, 2 തഅമ്മുലു ഫിൽ ഖുർആൻ, മൂന്നാമത്തേതിൽ 5 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ 5 കാര്യങ്ങളെ പറ്റിയാണ് അടുത്തത് പറയുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ദിവസം വായിക്കാം. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ وعلى آله وأصحابه أجمعين والحمد لله رب العالمين.